ഇവിടെ ഫുൾ ഇങ്ങനെ നിറച്ച് സ്ട്രോബെറി നട്ടേക്കാണ്. അതിൽ സ്ട്രോബെറി പിടിച്ചിട്ടുമുണ്ട്, കണ്ടോ? നല്ല വലിപ്പമുള്ള സ്ട്രോബെറി ഒക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് പറിക്കാം. അതാണ് അവരുദ്ദേശിക്കുന്ന പിക്ക് ആൻഡ് പാക്ക്. വണക്കം, ദിസ് ഇസ് ടാപ്പ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ മൂന്നാറിലാണ്. മൂന്നാർ ടൗണിൻ്റെ അടുത്ത് നമ്മുടെ ഹോർട്ടിക്രോപ്പിൻ്റെ ഒരു സ്ട്രോബെറി പാർക്ക് അല്ലെങ്കിൽ സ്ട്രോബെറി ഫാം, സ്ട്രോബെറി തോട്ടമുണ്ട്. അവിടെ വന്നേക്കാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്, പിക്ക് ആൻഡ് പാക്ക്. നമുക്ക് സ്ട്രോബെറി നമുക്ക് തന്നെ പറിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. കിലോ 400 എന്തോ ആണ്, അതെ 400 ആണ് കിലോ. അപ്പോൾ അങ്ങനെ അത് കാണാനായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറുള്ള ഹോർട്ടിക്രോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് കയറി ഒന്ന് നോക്കിയാലോ സ്ട്രോബെറി തോട്ടവും ഇവിടുത്തെ എന്തൊക്കെയാണ് നമുക്കുള്ള, എന്തൊക്കെയാണ് ഇവിടെ അവർ നട്ടേക്കുന്നതെന്നൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതിന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. അഡൾട്ടിന് 20 രൂപയും ചിൽഡ്രന് 15 രൂപയാണ് ഇവിടുത്തെ ഹോർട്ടിക്രോപ്പിൽ കയറാനുള്ള ടിക്കറ്റ്. ആ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തോണം കയറാൻ. അപ്പോൾ നമുക്ക് ഹോർട്ടിക്രോപ്പ് പോയി കണ്ടാലോ. ഹോർട്ടിക്രോപ്പിൻ്റെ സ്ട്രോബെറി പാർക്ക് അല്ലെങ്കിൽ സ്ട്രോബെറി ഫാം ഒന്ന് കയറി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോർട്ടിക്രോപ്പിൻ്റെ ആ ഒരു സ്ഥലം, പിക്ക് ആൻഡ് പാക്ക് എന്ന് പറഞ്ഞ സ്ട്രോബെറി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പിക്ക് ആൻഡ് പാക്ക് ഇപ്പോൾ കഴിഞ്ഞു, ഐ മീൻ സ്ട്രോബെറി തീർന്നുപോയി. അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ വരണം എന്ന് പറഞ്ഞു. രാവിലെ ഒരു 9-10 മുന്നേ ഇവിടെ ഒരുപാട് പേര് വന്ന് മേടിക്കും. അപ്പോൾ അത് സംഭവം തീർന്നുപോയി. ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാമായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഒരുപാട് സ്ട്രോബെറി ചെടികൾ ഇവിടെ നിൽക്കുന്നത് കാണാം. സൺഫ്ലവർ ഉണ്ട്, ഒരുപാട് പൂക്കളുള്ള ചെടികളുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ സൺഫ്ലവർ ചെടി നട്ടിട്ടുണ്ട്. ഇത് ഹോർട്ടിക്രോപ്പിൻ്റെ അടുത്തല്ല കേട്ടോ. ഇവിടെ സൺഫ്ലവർ, വലിയ സൺഫ്ലവർ നിൽക്കുന്നുണ്ടോ? സൺഫ്ലവർ ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ സ്ട്രോബെറി നട്ടേക്കാണ്. അവർ കുറച്ച് പഴുത്തതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് താഴോട്ടൊക്കെ പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ ഇവിടെ കുറേ ചെടികൾ, നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട്. റോസയുണ്ട്, പല ടൈപ്പ് റോസ ഉണ്ട്, ജമന്തി ഉണ്ട്. ഇതാ കണ്ടോ, ഇതൊരു പേരമരമാണ്. ഇതാ ഇങ്ങനത്തെ പല ടൈപ്പ് പൂക്കളുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലായിടും അവർ നട്ട് പിടിപ്പിച്ചേക്കാന്ന് ഓരോന്നോരോന്ന്. അതായത് പൂക്കളുള്ള ചെടികളുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ടൊക്കെ പോയി എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാ ഇവിടെയൊക്കെ അവർ സ്ട്രോബെറിയാണ് നട്ടേക്കുന്നത് കേട്ടോ. സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. സ്ട്രോബെറി ഇങ്ങനെ തിളർത്ത് നിൽപ്പുണ്ട്. സ്ട്രോബെറി പഴം ഇതാ കണ്ടോ, സ്ട്രോബെറി ഇരിക്കുന്നുണ്ടോ? ഇതാണ്ടോ സ്ട്രോബെറി. പറിക്കാൻ പറ്റില്ല, അതായിട്ടില്ല. ഇതൊക്കെ പച്ചയാണ്. പിന്നെ കുറച്ച് പഴുത്തതൊക്കെ ചില ചെടികളിൽ നിൽപ്പുണ്ട്. ഇതിലൊക്കെ പഴുത്ത സ്ട്രോബെറി നിൽപ്പുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് പറിക്കാം. അതാണ് അവരുദ്ദേശിക്കുന്ന പിക്ക് ആൻഡ് പാക്ക്. നമുക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് പറിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. കിലോ 400 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ഫുൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് സ്ട്രോബെറി. ഈ ഏരിയ ഫുൾ സ്ട്രോബെറി നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ളത് പറിച്ച് കിലോയ്ക്കോ 1/4 കിലോ എത്ര വേണോ വെച്ചാൽ നമുക്ക് മേടിക്കാം. അങ്ങനൊരു സംരംഭം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിക്ക് ആൻഡ് പാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്ക് സാധനം പറിച്ച് നമുക്ക് തന്നെ പറിച്ച് കൊണ്ടുപോകാം. ഈ ചെടിയിലൊക്കെ ഇവിടെയൊക്കെ സ്ട്രോബെറി നിൽപ്പുണ്ടോ? ഇതാണ്ടോ സ്ട്രോബെറിയാണ്. അങ്ങനെ ഇവിടെ മൊത്തം നിൽപ്പുണ്ട്. പഴുത്തയുണ്ട്, പച്ചയുണ്ട്. ചില ചെടികളിൽ നല്ല പഴുത്ത സ്ട്രോബെറി ഉണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടോ, ഇവിടെ ഫുൾ ഇങ്ങനെ നിറച്ച് സ്ട്രോബെറി നട്ടേക്കാണ്. അതിൽ സ്ട്രോബെറി പിടിച്ചിട്ടുമുണ്ട്, കണ്ടോ? നല്ല വലിപ്പമുള്ള സ്ട്രോബെറി ഒക്കെ ഉണ്ട്, കണ്ടോ? നല്ല വലിപ്പമാണ്. നമുക്കിവിടുന്ന് പറിച്ച് ബാഗിലിട്ട് കൂടയിൽ കൊണ്ടുപോകാം. കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്, കണ്ടോ? സ്ട്രോബെറി പഴം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇത്ര സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. ഫുൾ ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ടോ? ഇങ്ങനെ ഫുൾ തോട്ടമാണ്. ഇത് ഫുൾ സ്ട്രോബെറിയാണ് നട്ടേക്കുന്നത്. ഇവിടെ ഫുള്ളുണ്ട്. അവിടെ ഇങ്ങനെ ലെയറിൽ കംപ്ലീറ്റ് ഈ ഒരു വൈറ്റ് ആ ഒരു പ്ലാസ്റ്റിക് സാധനം വെച്ചേക്കുന്ന എല്ലാ സ്ട്രോബെറി ചെടികളാണ്. അത്രയ്ക്ക് സ്ട്രോബെറി ഇവിടെ നട്ടിട്ടുണ്ട്, കണ്ടോ? ഇവിടെയൊക്കെ നല്ല വലിപ്പമുള്ള സ്ട്രോബെറി നോക്കി, നല്ല സൈസുള്ള സ്ട്രോബെറിയാണ്. പക്ഷെ നമുക്കിപ്പോൾ പറിക്കേണ്ട, ഇനി കുറച്ചുകൂടെ ആകാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് കയറിയപ്പോൾ പറിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. കണ്ടോ, അപ്പോൾ ഇത്രയും വലിയ ഒരു ഏരിയയാണ് സ്ട്രോബെറി മാത്രം നട്ടേക്കുന്നത്, കണ്ടോ? അപ്പോൾ സ്ട്രോബെറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മൂന്നാർ വന്നാൽ നമുക്ക് സ്വന്തമായി പറിച്ച് സ്ട്രോബെറി കൊണ്ടുപോകാം. അപ്പം അതൊരു അടിപൊളി കോൺസെപ്റ്റുമാണ്. രസമല്ലേ? മരത്തിൽ നിന്ന് ഡയറക്റ്റ് പറിച്ച് നമ്മൾ കൊണ്ടുപോകും. നമ്മൾ വീട്ടിലൊക്കെ മാങ്ങയും
ഒക്കെ പറിക്കുമ്പോൾ നമുക്ക് പറിക്കുക, പാക്കറ്റിലാക്കുക, കൊടുക്കുക, ഇത്ര കിലോ നോക്കിയിട്ട് അതിന് പേ ചെയ്യുക. 1 കിലോ 400 rupees. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോർട്ടിക്രോപ്പിൻ്റെ സ്ട്രോബെറി ഫാം, സ്ട്രോബെറി നട്ടേക്കുന്ന സ്ഥലം. മൂന്നാറിലാണ്, മൂന്നാർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഈ ഫാമിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു അരുവിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒഴുകുന്നതാണ്, ഇങ്ങനെ അരുവിയുണ്ട്. എനിക്ക് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വെള്ളം എടുക്കുന്നത് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു ഏരിയയിലാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ആയ സ്ട്രോബെറികളാണ് കണ്ടോ. സ്ട്രോബെറികൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഉണ്ട് സ്ട്രോബെറി, നല്ല വലിപ്പമുള്ള സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ കണ്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ആയ സ്ട്രോബെറിയാണ്. അപ്പോൾ അടിപൊളിയാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സ്ട്രോബെറി പറിച്ചെടുത്തിട്ട് പോകാം. ഇവിടെ എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നട്ടിട്ടുണ്ട്, ഇഞ്ചി, മഞ്ഞളൊക്കെ ഞാൻ കണ്ടു. കൂടുതലും സ്ട്രോബെറിയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആയ സ്ട്രോബെറി ഞാൻ കണ്ടു കേട്ടോ. നല്ല റെഡ് കളറിൽ അത്യാവശ്യം വലുപ്പം ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹോർട്ടിക്രോപ്പിൻ്റെ മൂന്നാറിലുള്ള സ്ട്രോബെറി തോട്ടം അല്ലെങ്കിൽ സ്ട്രോബെറി ഫാമിംഗ് ഏരിയ ആണിത്. കൊള്ളാല്ലേ. അപ്പോൾ അത് മൂന്നാർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. മൂന്നാറൊക്കെ വരുന്നവർക്ക് ഈ ഒരു സ്ട്രോബെറി തോട്ടം കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് സ്ട്രോബെറി സ്വന്തമായിട്ട് പറിച്ചെടുത്തൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാലല്ലേ. ഭയങ്കര എല്ലായിടവും കോമൺ ആയിട്ടുള്ള ഒരു കൃഷി സാധനമല്ല ഈ സ്ട്രോബെറി. സോ വരിക, കുറച്ച് രാവിലെ വരിക. ഞാനിപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ രാവിലെ ഒരു 9-10 മണിക്കൊക്കെ വന്നാലേ കിട്ടുള്ളൂ. ഞാനിപ്പോൾ വന്നേക്കുന്ന ഉച്ചയ്ക്കാണ്. അപ്പോൾ രാവിലേക്ക് വന്നാൽ നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇത്രയും ഏരിയയിലാണ്, വലിയൊരു ഏരിയയിലാണ് സ്ട്രോബെറി നട്ടേക്കുന്നത്. ഇടയ്ക്കല്ലാതെ മരങ്ങളുണ്ട്, മാവുണ്ട്, പിന്നെ പേരക്കയുണ്ട്, പിന്നെ കുറച്ച് സൺഫ്ലവറൊക്കെ അവിടെ നട്ടിട്ടുണ്ട് കണ്ടോ. അടിപൊളിയൊരു ഫാമാണ് കേട്ടോ. വന്ന് വിസിറ്റ് ചെയ്യുക. സ്ട്രോബെറി കൾട്ടിവേഷനും സ്ട്രോബെറി ഫാമും പിന്നെ സ്ട്രോബെറി മേടിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നിന്ന്. ഇവിടെയും കുറച്ച് കൃഷി അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാബേജൊക്കെ നട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വള്ളിച്ചെടികളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ വന്നത് ആക്ച്വലി എനിക്ക് സ്ട്രോബെറി മേടിക്കാം. അനു അവിടെ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് സ്ട്രോബെറി പിക്ക് ആൻഡ് പാക്ക് സ്ട്രോബെറി എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ മൂന്നാർ കിറ്റ് നമ്മുടെ ഹോർട്ടിക്രോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മെയിൻലി അങ്ങനെ വന്നതാണ് സ്ട്രോബെറി മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി. പക്ഷെ തീർന്നുപോയി. എനിവേ കുഴപ്പമില്ല, നമുക്ക് ഇത്രയും വലിയൊരു സ്ട്രോബെറി ഫാം കാണാൻ പറ്റില്ലേ, അത് തന്നെ നല്ലൊരു കാര്യം ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാര്യം സ്ട്രോബെറി ഫാം എല്ലായിടും അങ്ങനെ ഭയങ്കര കോമൺ ഒന്നുമല്ല. കൂടുതലും ഹിൽ സ്റ്റേഷൻസിലൊക്കെയാണ് ഉള്ളത്. നമുക്ക് വാഗമണിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഫാമാണ് കേട്ടോ. പിന്നെ അതേപോലെ വട്ടവട, മൂന്നാർ വട്ടവട പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ കുറച്ച് നേരത്തെ വന്നിട്ട് രാവിലെയൊക്കെ വന്നിട്ട് മേടിക്കാൻ നോക്കാം. ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് സ്ട്രോബെറി മേടിക്കാൻ പറ്റുന്നത്. സ്ട്രോബെറി ഇല്ലാതെ പാഷൻ ഫ്രൂട്ടും കുറച്ച് ലീഫ് ഐറ്റംസ് ക്യാബേജൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ ഇനി വന്നാൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്നാൽ സ്ട്രോബെറി കിട്ടും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ വന്നപ്പോൾ സ്ട്രോബെറി കഴിഞ്ഞു. വിഷമമുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ബട്ട് നമുക്ക് ഈ ഒരു ഫാമൊക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി മൂന്നാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വരണം. കുറച്ച് പ്ലാൻ ചെയ്ത് നേരത്തെ വരണം. നമുക്കറിയില്ലല്ലോ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇനി വരുമ്പോൾ എന്തായാലും പ്ലാൻ ചെയ്ത് വരാം. അപ്പോൾ ഒരു സ്ട്രോബെറി ഫാം അല്ലെങ്കിൽ ഒരു ഹോർട്ടിക്രോപ്പിൻ്റെ സ്ട്രോബെറി കൾട്ടിവേഷൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് hit the bell icon to notify for the next video. This is Trav.